പിന്നെ ആക്ച്വലി ട്രേഡുകളൊന്നും ഗ്രൂപ്പിൽ വരവില്ല കുറച്ച് ദിവസമായിട്ട്. അവർക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട് ഗ്രൂപ്പിൽ ട്രേഡ് വരാത്തതില്. ടൈപ്പ് വെക്ക്. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ടൈപ്പ് വെക്കിക്കോ ധൈര്യമായിട്ട് പറഞ്ഞോ. ജിതേഷ് ഉണ്ട്. പിന്നെ ആർക്കാ? ജിതേഷ് മാത്രം കൈ പൊക്കിയുള്ളൂ. വേറെ ജിൻസ്. ഞാൻ ഇന്നിപ്പോ ഫോർച്ചുനേറ്റ്ലി നല്ലൊരു സെറ്റപ്പ് കണ്ടപ്പോ ഇട്ടതാണ്. പക്ഷെ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി അതിനെ ശരിക്കും ചതിച്ചത്. അത് ഏത് ക്യാൻഡിലാന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നിരുന്നു സാർ മുകളിൽ. ഈ റിജക്ഷൻ ക്യാൻഡിൽ വന്നു. നല്ല രീതിയിൽ റിജക്ഷൻ ക്യാൻഡിൽ വന്നപ്പോ ഇതാണ്. ഇപ്പൊ ജിൻസൺ പറയുന്ന റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. 50 മിനിറ്റ്സിന്റെ എൻട്രി ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴാണ് എൻട്രി ഞാൻ പ്ലേസ് ചെയ്തത്. പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു? നേരെ ഇറങ്ങി വന്നപ്പോ ഞാനത് അവോയ്ഡ് ചെയ്തോളാൻ പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത തോന്നുന്നു. അപ്പൊ ഹണ്ടിങ് നടക്കുകയാണെങ്കിൽ അത് വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഏറെക്കുറെ ഈ ഒരു ഏരിയയിലാണ് വരാനുള്ള സാധ്യത. അത് ചിലപ്പോൾ ഇവിടം വരെ വരാം. അപ്പൊ ഒരു വലിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത. ഇവിടെ എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത. നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഇവിടുന്ന് അത്യാവശ്യം കണ്ടില്ലേ? ഇപ്പൊ തന്നെ ഇവിടുന്ന് കേട്ടോ, ഞാൻ മുകളിൽ പറഞ്ഞു ഇവിടുന്ന് അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത. അപ്പൊ ഞാനത് സ്റ്റോപ്പ് ലോസ് അടിക്കണ്ട. വരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും എന്ന് പറയും. ഐ മീൻ അതിനേക്കാളും നല്ലത് എന്താ, സ്റ്റോപ്പ് ലോസ് അടിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. പിന്നെ അറിയാലോ, പിന്നെ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ടാണ് മാർക്കറ്റ് കയറിയത്. അൺഫോർച്ചുനേറ്റ്ലി അത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, നമുക്ക് ടാർഗറ്റ് കിട്ടി. അത് ഒന്ന് രണ്ട് പേര് എടുത്തു എന്ന് തോന്നുന്നു. എന്റെ ഒരു സംശയത്തിന്റെ പുറത്താണ് ഞാനത് വെക്കേണ്ടതെന്ന് പറഞ്ഞത്. കാരണം ഒന്നാമത് ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 1.73 ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ യൂഷ്വലി എടുക്കുന്ന പോലെ 3 ഒന്നല്ല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിക്കാനുള്ള സാധ്യത ഇത് സിംഗിൾ ക്യാൻഡിൽ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് കയറുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇവിടെ ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോ വേണ്ട ഔട്ടായിക്കണം. അപ്പൊ അങ്ങനെയാണ് അവോയ്ഡ് ചെയ്തത്. പക്ഷെ അത് നല്ല രീതിയിൽ ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് മുകളിൽ കയറി പോയി കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തി. എനിവേ നമുക്കൊരു 120 പിന്നെ ഇത് പോയി കിട്ടി. ട്രേഡ് പോയി കിട്ടി. അത് ഇതിനു മുന്നേ ഇങ്ങനെ പോയിട്ടുണ്ട്. വലിയ ട്രേഡുകൾ പോയിട്ടുണ്ട്. അപ്പൊ എടുത്ത ആളുകൾ ആരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രോഫിറ്റ് കിട്ടി. പക്ഷെ നമ്മളത് ഇതായിട്ട് കൂട്ടുന്നില്ല. എന്താണ് നമ്മുടെ ഒരു സിഗ്നൽ ആയിട്ട് കൂട്ടുന്നില്ല. കാരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് എന്ത് പറയണം, കാര്യങ്ങൾ പറയണം. നമ്മളിത് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്തോ എന്ന് പറയണം. പക്ഷെ പറയാത്തൊരു ട്രേഡ് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിരുന്നു, പക്ഷെ അത് എന്താണ് എടുക്കണ്ടെന്ന് പറഞ്ഞ ട്രേഡാണ് സക്സസ് ആയത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്കും പലർക്കും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം വരച്ചു വെച്ച് കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും, എടുക്കാണ്ട് വയ്ക്കും. ആ ട്രേഡ് സക്സസ് ആവും. അതായിരുന്നു സംഭവിച്ചിരുന്നത്. അതിലിപ്പോ ട്രേഡ് എടുത്ത ആരൊക്കെ ഉണ്ടായി? ഈ ട്രേഡ് ആരൊക്കെ എടുത്തിട്ടുണ്ടായത്? ഇദ്ദേഹം മാത്രമല്ല എടുത്തുള്ളൂ, വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടായോ? അപ്പൊ ഇത്രയായിരുന്നു ആക്ച്വലി ഇന്നിപ്പോ ഇട്ടതിന്റെ ഒരു ഇത്. ഇനിയിപ്പോ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടതിന്റെ പിക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. പ്രവീണിന്റെ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട്. പ്രവീൺ ഒരു ഇടുന്ന സമയത്തെ പ്രവീൺ നോക്കുക. ഇത് ആക്ച്വലി ഫുള്ള് കിട്ടിയിരുന്നോ? ഫുള്ള് എക്സിറ്റ് ഫുള്ള് ചെയ്തിരുന്നോ അതോ ഹോൾഡ് ചെയ്തിരുന്നോ അതോ? ഫുള്ള് കിട്ടിയില്ല. ഒരു $5 ആയപ്പോഴത്തേക്ക് വിസിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്തല്ലേ? ചെയ്യുന്ന സമയത്തെ ഇതൊക്കെ എന്താ പ്രത്യേകത എന്നറിയോ? ഇതെന്താ സംബന്ധിച്ച് ഇത് മൈനറുകളാണ്. കണ്ടോ? മൈനർ സിംഗ് ആണ്. ഇതാണ് മേജർ വരുന്നത്. ഇതാണ് മേജർ വരുന്നത്. അപ്പോ ഈ മൈനർ സിംഗ് എടുക്കുമ്പോ നിങ്ങൾക്ക് ഫെയിലർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മൈനർ സിംഗുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുൾ ബാക്കുകളാണ്. എന്ന് വെച്ചാൽ മേജറിന്റെ ഉള്ളിലുള്ള പുൾ ബാക്കുകളാണ് മൈനർ സിംഗുകൾ. വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേജറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അടുത്ത മേജർ ഇതാണ്. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത മേജർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ട്രെൻഡ് ലൈൻ ആക്ച്വലി പോകേണ്ടത് എവിടുന്നാണ്? ഇവിടെ നിന്ന് ഇതിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ബോഡി ഇവിടെ കട്ടാവുന്നുണ്ട് ഇല്ലേ? ബോഡി കട്ടാവുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ട്രെൻഡ് ലൈൻ മാറ്റിപ്പിടിക്കുക. ഇങ്ങനെയാണ് മാറ്റിപ്പിടിക്കുക. ഇങ്ങനെയാണ് ഇപ്പൊ നേരത്തെ എന്ത് ചെയ്തത്? ഇതേ ട്രേഡാണ് എന്ത് ചെയ്തത്? സിനാനെ സെൽ അടിച്ചു. സിനാനെ സെൽ അടിക്കും. എന്താ അടിക്കാൻ കാരണം? FEG ഒന്നുമല്ല, പറഞ്ഞ സ്ട്രാറ്റജിയിൽ നിൽക്കുക. എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കണത്? ക്ലോസ് ചെയ്തോ? റിജക്ഷൻ കിട്ടിയോ? എന്താണ് അതൊന്നും നോക്കാത്തത്? കിട്ടിയോന്ന് സിനാൻ കാണുന്നുണ്ടോ? ക്ലോസ് ചെയ്തോ? അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തോ? നോക്കിയേ, 2 തവണ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? റിജക്ഷൻ തന്ന ഏരിയ ആണ് അല്ലെ? ഇന്നലെ ഞാൻ ഇതല്ലേ പറഞ്ഞത്? അജീവോഷനോട് ഞാൻ പറഞ്ഞിരുന്നത്, അല്ല അൻവറിനോട് ഞാൻ പറഞ്ഞിരുന്നു. അൻവറിനെ അറിയത്, അജീവോഷനോട് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. 2 തവണ വന്നിട്ട്, അല്ലെങ്കിൽ 3ാമത്തെ തവണ റീടെസ്റ്റിന്റെ അവിടേക്ക് എത്താത്തതിൽ പോയിട്ട് സപ്പോർട്ടറും റെസിസ്റ്റൻസ് അതേപോലെ സപ്പോർട്ടർ റെസിസ്റ്റൻസിലുള്ള ഫെയിലർ ആണ് അത് വന്നത്. ഒരു ചെറിയ കുനിപ്പെങ്കിലും മുകളിൽ പോയി താഴ്ത്തിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. കുനിപ്പ് എന്ന് പറഞ്ഞില്ല, ഒരു ക്യാൻഡിലെങ്കിലും ആണ് പറഞ്ഞിട്ടോ. അല്ലാതെ കുനിപ്പ് എന്ന് പറയുമ്പോൾ ചിലർ ഷാഡോ അല്ലെങ്കിൽ വീക്ക് നോക്കും. ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്താ, മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഇവിടെ ചെന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ? ഒന്ന്
സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് ആയിരിക്കും. സ്ട്രോങ് അല്ലെങ്കിൽ പോലും എന്തായിരിക്കും റിയാക്ഷൻ സ്ട്രോങ് ആയിരിക്കും അവിടുന്ന്. സ്ട്രോങ് എന്ന് പറയുന്നത് റിവേഴ്സലിനുള്ള സ്ട്രോങ് അല്ല, റിയാക്ഷൻ എന്ന് പറയും. റിയാക്ഷൻ എന്ന് വെച്ചാൽ ഫുൾ ബാക്ക് സ്ട്രോങ് ആയിരിക്കും. അതല്ലേ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ, അല്ലേ? അതെ. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. സിനാനോട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അത് തന്നെ അജയ് ഘോഷിനോട് ഞാൻ പറഞ്ഞത്, അല്ലേ? അല്ല അജയ് ഘോഷ്, അതല്ല അൻവർ പറഞ്ഞത്, അല്ലേ? അതെ, ഞാനിത് കണ്ടായിരുന്നു. ഓക്കെ. അടിയിലൊരു ലൈൻ ഉണ്ടായിരുന്നത് പോലെ അടിയിൽ തന്നെ ഈ ലൈൻ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ ഈ ട്രേഡ് സിനാൻ കിട്ടിയത്. കിട്ടിയത് അല്ല. ഇത് പക്ഷെ സിനാൻ എടുത്ത് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് സിനാൻ എന്താ ചെയ്തേക്കണെന്ന് അറിയാം. ഇതിൽ നിന്നാണ് ട്രേഡ് വരച്ച് വെച്ചേക്കണത്. അതിതാണ് ട്രേഡ് വരച്ച് വെച്ചിക്കണേ. അപ്പോഴും സിനാൻ ഇത്രയും സമയം ഉണ്ടായിട്ട് സിനാൻ ആ മുകളിൽ കാര്യം നോക്കിയില്ല. ഞാൻ സിനാന് മാത്രമല്ല കേട്ടോ പറഞ്ഞത്, ബാക്കിയുള്ള ആളുകൾ. സിനാനോട് ഞാൻ പറയുന്നത് സിനാനിന്റെ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളായതുകൊണ്ടാണ്. ബാക്കിയുള്ള ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഒരു ഇതിൽ വന്നിട്ട് ഇവിടെ 2 തവണ മൾട്ടിപ്പിൾ ടൈമിൽ വന്നിട്ട് ഒരേ ലൈനിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് താഴ്ത്തേക്ക് ഇറങ്ങി പോകുന്നതിന് എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്താണ്, ഇവിടെ സ്ട്രോങ് ആകുമ്പോൾ എന്ത് ചെയ്യും, അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങണം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, പുലി പതുങ്ങുന്നത് എന്തിനാണ്, കുതിക്കാനാന്ന് പറയല്ലേ. ആക്ച്വലി കറക്റ്റ് ആണ്. അത് ഇതല്ല, നിങ്ങളോട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങും, സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അടുത്തൊരു സപ്പോർട്ടിലേക്ക്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് മുകളിലോട്ട് പോയിട്ട് അടുത്ത റെസിസ്റ്റൻസ് എടുത്തിട്ടാ വരിക. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ അൻവറിനോട് പറഞ്ഞിട്ടുണ്ട്. അൻവറില്ലേ ഇവിടെ? അൻവറിനെ അറിയാം. അജയ് ഘോഷിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണ്, അജയ് ഘോഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിനാനെ, ഞാൻ ഈ ട്രേഡ് കണ്ടപ്പോ പറഞ്ഞാണ് അതിൽ മിസ്റ്റേക്ക് എന്താ പറ്റിയെന്നുള്ളത്. മനസ്സിലായില്ലേ സിനാൻ? പ്രവീൺ അതേ ട്രേഡ് വേറെ എടുത്തിട്ടുണ്ടോ? അത് അവിടുന്ന് കറക്റ്റ് കയറിപ്പോയല്ലേ, എസ്എലടിച്ചിട്ട് മുകളിൽ കയറിപ്പോയി. എസ്എലടിച്ചിട്ട് മുകളിൽ കയറിപ്പോയി. എടുക്കാവോ? അത് സെയിം ഇപ്പൊ സാർ പ്രവീണിന്റെ പറഞ്ഞ സെയിം ഇത് തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി. ഇതില് ആക്ച്വലി ഇതിന് വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് താഴെ ഒരു സിങ്ക് പോയിന്റ് ഉണ്ട്. വിജയ് ശ്രദ്ധിച്ചിരുന്നത്? വിജയ് ഇല്ല ഇവിടെ? ഞാൻ ആ സമയത്ത് നോക്കിയിരുന്നു. താഴെ സിങ്ക് പോയിന്റ് ഉണ്ട് ഇതിന്, ശ്രദ്ധിച്ചിരുന്നോ? ഇതിന് താഴെ സിങ്ക് ഉണ്ട്. ആ സിങ്ക് കണക്ട് ചെയ്ത് വരുമ്പോ ഇവിടെയാണ് വരുന്നത്. എൻട്രി കറക്റ്റ് കിട്ടുന്നത് ഇവിടെയാണ്. നോക്കിക്കോളൂ. നോക്കിയിരുന്നോ? നോക്കി നോക്ക്. അപ്പൊ അത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, പിള്ളേരും ചോദിച്ചത് കറക്റ്റ് വാല്യൂഡ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ഇതെന്താണ്, ഇത് മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ? ഇതാണ് മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെ? ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വന്നിട്ടായിരിക്കണം തിരിച്ചിറങ്ങേണ്ടത്. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഉള്ളിൽ മൈനർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ മൈനറിന് മേജർ വരയ്ക്കരുത്. ഇത് മേജർ വരയാണ്. കാരണം എന്താണ്, ഈ 2 സിങ്ക് പോയിന്റുകളും കൂട്ടിയിട്ടാണ് വരയ്ക്കുന്നത്. മനസ്സിലായോ ജയ്ക്ക്? മനസ്സിലായോ? ബാക്കി ആർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇതാണ് മേജർ. അതിന്റെ ഉള്ളിൽ മൈനറുകൾ ഉണ്ടാവും. ഇങ്ങനെ മൈനറുകൾ ഉണ്ടാവും. അപ്പൊ മൈനറുകളെ നമ്മൾ എന്ത് ചെയ്യരുത്, മേജർ വരയ്ക്കുകയാണെങ്കിൽ, അതിന് നിങ്ങൾ മേജർ 2 സിങ്ക് വരയ്ക്കുകയാണെങ്കിൽ മൈനറിന്റെ സിങ്ക് അതിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ വാലിഡ് ആക്കരുത്. മൈനറിന്റെ സിങ്ക് എങ്ങനെയാന്നുള്ളത് അറിയാലോ, അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണത്. ഇത് ഇപ്പോ നിങ്ങൾ ചെയ്യരുത്. എന്നാൽ ബിജോയ് ഇത് വരച്ചതിൽ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ മറ്റൊരു തിയറി ബേസ് ചെയ്തിട്ട് നമുക്ക് അത് എടുക്കാവുന്നതാണ്. അത് കുറച്ച് അഡ്വാൻസ് തിയറി ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത്. മൈനർ വരയ്ക്കുകയാണെങ്കിൽ മൈനർ വെച്ച് വരയ്ക്കാം. ഇതൊക്കെ 1 മിനിറ്റിൻ്റെതായിരിക്കും. മൈനർ വരയ്ക്കുകയാണെങ്കിൽ മൈനർ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ മേജർ വരയ്ക്കുകയാണെങ്കിൽ മേജർ മാത്രം വെച്ച് വരയ്ക്കാം. മേജർ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും അതിന്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ തന്നെയാണ് മേജർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മൈനർ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴത്തെ, ഇപ്പൊ 3 മിനിറ്റിന്റെ ആണ്. ഇപ്പൊ ഇത് എത്ര മിനിറ്റിന്റെ? 3 മിനിറ്റിന്റെയാണ് ചാട്ടല്ലേ, 3 മിനിറ്റിന്റെ ചാട്ടാണ്. അപ്പൊ ഇതിന്റെ താഴെയുള്ള ഇതൊക്കെ 1 മിനിറ്റിൽ കിട്ടുമായിരിക്കും. ഇതൊക്കെ 1 മിനിറ്റിൽ എൻട്രി കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം 1 മിനിറ്റിൽ എൻട്രി കിട്ടുന്നതായിരിക്കും. ഇത് സെക്കൻഡ് പോയിന്റ് ഉണ്ടല്ലോ വരച്ചത്, ചിലപ്പോൾ 1 മിനിറ്റിൽ എൻട്രി കിട്ടുന്നതായിരിക്കും. നോക്കുകയാണെങ്കിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ കിട്ടുന്നത്, ഇതിൽ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ കിട്ടുന്ന എൻട്രി ആണോ. അപ്പൊ അങ്ങനെ കിട്ടും. പക്ഷെ ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത്, ഇത് ബ്രേക്ക് ചെയ്യാതെ, ഹൈ ബ്രേക്ക് ചെയ്യാത്ത ലോ ആണ്, അല്ലെ? ഹൈ ബ്രേക്ക് ചെയ്യാത്ത ലോ അല്ലത്. അപ്പൊ അതിനെ നമ്മൾ പിക്ക് ചെയ്യരുത്. ഹൈ ബ്രേക്ക് ചെയ്ത ലോ ഒക്കെയാണ്. ആക്ച്വലി ഹൈ ബ്രേക്ക് ചെയ്ത ലോ ഏതാണ്? ഇത് നോക്കിക്കോളൂ, താഴോട്ടേക്ക് ഇറക്കി നോക്കിക്കോളൂ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതിവിടെ വരുന്നുണ്ട്, താഴോട്ടേക്ക് വരുന്നുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ അറിയാം.
താഴത്തേക്ക് നോക്കി ഞാൻ അറിയാട്ടോ. ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഡെറി മനസ്സിലായല്ലോ? സംശയം മാറിയില്ലേ? ആ മനസ്സിലായി സാർ, മനസ്സിലായി. ആക്ച്വലി സക്സസ് ആയിട്ടുണ്ട്. പിന്നെ പ്രവീൺ ഇന്നലെ ഇത് തന്നെയാണ്. ഇത് കണ്ടോ വിജയ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ മറ്റൊരു ഇതാണ്. ഇതെന്താണ്? ഇത് മൈനറാണ്. കണ്ടോ? വിജയ് കണ്ടോ? കണ്ടോ? ആക്ച്വലി ഇതിന്റെ മേജർ ഏതാണ്? മേജർ സ്ട്രക്ചർ ഇതാണ്. കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് 3 വന്നു. അപ്പൊ നമുക്ക് എടുക്കാം. മനസ്സിലായോ? ഇതിന്റെ ഉള്ളില് 3 വന്നു. അപ്പൊ നമുക്ക് എടുക്കാം. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മൾട്ടിപ്പിൾ സപ്പോർട്ട് എടുത്താണ്. ഇതിന് ഞാൻ അഡ്വാൻസിലേ പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല. അഡ്വാൻസിലേ പറഞ്ഞില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് നമുക്ക് എടുക്കാം. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പുറത്തോട്ട് പോയി, ഉദാഹരണത്തിന് ഇത് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇതിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഈ ലെവലിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോ ഇതൊന്നാമതോ ഇത് രണ്ടാമതോ പിന്നെ വരുന്നതായിരിക്കും മൂന്നാമത് വരുന്നത്. ഇതെന്താണ്? ഇത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയില്ലേ? ഡെറിയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞുതരാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഏകദേശം എല്ലാം എത്തി തുടങ്ങിയത് മാത്രമേ. ഇനി പ്രവീൺ, ആക്ച്വലി ഇത് പ്രവീൺ, എനിക്ക് ഇത് ചാർട്ട് കണ്ടിട്ട് ആക്ച്വലി ഇത് എടുത്തിരിക്കുന്നതിൽ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ പ്രവീണ്. ഞാനിപ്പോ ചാർട്ട് കണ്ടിട്ടാണ് നോക്കണത്. ഇത് എടുത്തതിലൊന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല. അതൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്തത് ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്? അല്ല സോറി, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ. അതെന്താണ് പ്രവീൺ? ഇതാണ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്താ വരുന്നത്. ഇതാണ് ഫസ്റ്റ് അല്ലേ? ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ് അല്ലേ? ഇതാണ് സെക്കൻഡ്. മിസ്റ്റേക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇതാണ് ഫസ്റ്റ്. ഇതിന് മുകളിലൊന്നും ഇല്ലല്ലോ, കാര്യമായിട്ടുള്ള സിംഗുകളൊന്നും ഇല്ല. ഫസ്റ്റ് സിംഗ് ഇതല്ലേ? ലെഫ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് വരുമ്പോ ഇത് ഫസ്റ്റ്, ഇതൊരു സെക്കൻഡ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറിയിട്ട് വീണ്ടും വന്നിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? എൻട്രി എടുക്കേണ്ടത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് അവിടെ വന്നിട്ടില്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ അതേ മൈനറിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീൺ, അല്ലേ? മൈനറിനെ പിക്ക് ചെയ്തിട്ടില്ല. അപ്പൊ മൈനറിനെ പിക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിങ്ങനെ കയറ്റി വെക്കണം, ഇതിങ്ങോട്ട് കയറ്റി വെക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഇതിങ്ങോട്ട് ഈ ഒരു വര ഇവിടുന്ന് തുടങ്ങണം ഞാൻ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എന്തിപ്പോ ഒരേ കാര്യം തന്നെ 3 തവണ ഞാൻ പറഞ്ഞു. മനസ്സിലായോ ആർക്കെങ്കിലും? മനസ്സിലായി സാർ.